ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു റൂം മേക്ക് ഓവറാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുറേ നാളായി ഞാൻ വിചാരിക്കുന്ന ഒരു റൂം മേക്ക് ഓവർ ചെയ്യണമെന്ന്. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ സ്റ്റഡി ടേബിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവിടെ നിന്ന് ക്ലീനിങ് ആണ് ആദ്യം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും എൻ്റെ ടേബിളിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കാണും, ഇങ്ങനെ വലിച്ച് വാരിയായിരിക്കും കിടക്കുക. 2 ദിവസം കഴിയുമ്പോൾ അത് ഞാൻ ക്ലീൻ ചെയ്ത് 2 ദിവസം കഴിയുമ്പോഴേ എൻ്റെ ടേബിൾ അങ്ങനെ തന്നെയാവും. അത് കഴിഞ്ഞിട്ട് ഇതേ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് വോളിൽ ഹാങ് ചെയ്തിട്ടുള്ളത് അതൊക്കെ മാറ്റി, അത് കഴിഞ്ഞിട്ട് ടേബിളിലുള്ള സാധനങ്ങളെല്ലാം എടുത്ത് കട്ടിലോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടേബിളൊന്ന് ക്ലീൻ ചെയ്ത് കഴിയുവാണെങ്കിൽ നമുക്ക് പകുതി ആശ്വാസമാവും കേട്ടോ. കാരണം നമുക്ക് ആ ഒരു ഏരിയ സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർഫെക്റ്റ് ആവുമല്ലോ. പിന്നെ ഞാൻ ഇത് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഡെക്കോർ ചെയ്യാം. അപ്പം എൻ്റെ ആ ഒരു സ്റ്റഡി ടേബിൾ ഞാൻ ഇങ്ങോട്ട് തിരിച്ചിട്ടിട്ട് ആ ഒരു വോളിൻ്റെ അങ്ങോട്ട് നീക്കിയിടാമെന്ന് വിചാരിച്ചിട്ട് അപ്പം അവിടെ ഒരു എസ്തെറ്റിക് ലുക്ക് കിട്ടട്ടെ. അപ്പം ഞാൻ ഗ്രീൻ കളറിലാണ് എൻ്റെ റൂം മേക്ക് ഓവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേ നാളായി ഞാനൊരു ഗ്രീൻ കളറിലേക്ക് മേക്ക് ഓവർ ചെയ്യണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ കുറേ ഷെയ്ഡുകൾ, അതായത് കുറേ കളറ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഗ്രീൻ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഗ്രീനിന് വേണ്ടി കുറേ സാധനങ്ങൾ ഇങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ച് കുറവായിരിക്കുമെന്നാണ്. പക്ഷേ ഞാൻ പ്രിൻ്റ് എടുത്ത് വന്നപ്പോഴത്തേക്ക് ഒത്തിരി ആയിപ്പോയി കേട്ടോ സ്റ്റിക്കേഴ്സ്. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ അതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ സാധാരണ സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്യുക. ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പണിയായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ടേബിൾ അങ്ങോട്ട് മാറ്റിയിടുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ഓരോ തവണയും ഓരോ സൈഡിലേക്കായിരിക്കും, ഓരോ മേക്ക് ഓവറിലും ഓരോ സൈഡിലേക്കായിരിക്കും കേട്ടോ നീക്കിയിടുക. ഇപ്പോൾ അടുത്ത മേക്ക് ഓവർ വരുമ്പോൾ തിരിച്ചിടും. അങ്ങനെ ഇതേ നമ്മുടെ സ്റ്റിക്കറൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. പേപ്പറാണ്, പ്രിൻറ്റ് പേപ്പർ ആയത് കാരണം വലിയ കട്ടിയൊന്നുമില്ല, എന്നാലും രസമാണ് കാണാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്വിച്ച് ബോർഡിൻ്റെ അടുത്തുള്ള കുറച്ച് ചെളിയൊക്കെ നമ്മളിത് ഇങ്ങനെ കളയുന്നുണ്ട്, എന്നാലും പോയിട്ടില്ല. പിന്നെ കുറച്ചൊക്കെ പോയിട്ടുള്ളത് കാരണം ഞാൻ ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട്, അല്ലെങ്കിൽ പേസ്റ്റ്, കോൾഗേറ്റിനൊക്കെ പേസ്റ്റ് ആണെങ്കിൽ അടിപൊളിയായിട്ട് പോകും. അപ്പം അത്രയും ക്ഷമയില്ലാത്തതാണ് ഞാൻ ജസ്റ്റ് അത് കഴുകിയിട്ടുള്ളൂ. അതിൻ്റെ പുറമെയുള്ള ചെളി മാത്രമേ കളഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ ചെയ്തു. നമ്മുടെ ഈ ചെളി കളയുന്ന ഒരു മറ്റേ സ്പോഞ്ചില്ല, അതുണ്ടായിരുന്നു, പക്ഷേ ഞാൻ തപ്പിയിട്ടത് കണ്ടില്ല. അത് കാരണം ഞാൻ ബ്രഷ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ നമ്മുടെ ടേബിൾ ഒന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്പീഡിൽ കാണിക്കുമ്പോൾ പെട്ടെന്ന് ചെയ്യുന്ന പോലെ ഉണ്ടല്ലേ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് വരച്ച സാധനങ്ങളൊക്കെ ഒന്ന് വെച്ച് നോക്കുകയാണ്, ഇങ്ങനെ കൊള്ളാവോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്ന പെയിൻറ്റിങ് ആണ് കേട്ടോ ഇത്. അപ്പം അതും പിന്നെ ഞാൻ അവിടെ ഒരു കർട്ടൻ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഷോളാണ്, വൈറ്റ് കർട്ടൻ എൻ്റെ ഇല്ലാത്തതാണ്, ഞാൻ ഷോൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡെസ്ക് ഒന്ന് സെറ്റ് ആക്കുകയാണ്. അത് ഞാൻ വരച്ച പെയിൻറ്റിങ് തന്നെയാണ് കേട്ടോ. അപ്പം ആദ്യം ഞാൻ വിചാരിച്ചു ഇതുപോലെ വരച്ചെടുക്കാമെന്നാണ്, ഇങ്ങനെ നമ്മുടെ ബോളിൽ ഒട്ടിക്കാൻ. പിന്നെ ഞാൻ വിചാരിച്ചു അത് ഭയങ്കര പണിയായത് കാരണം പിന്നെ പ്രിൻ്റ് എടുപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതിൽ കുറച്ച് ഡെസ്കിൽ വെക്കാൻ കുറച്ച് ഡെക്കോസൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഗ്രീൻ ആക്കിയതാണ് കേട്ടോ അതൊക്കെ. പിന്നെ നമ്മുടെ ബെഡൂടെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ക്ലീനിങ് ആണ് കേട്ടോ, ഒന്ന് ജസ്റ്റ് തൂത്തുവാരി അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് മോപ്പ് ചെയ്ത് വിട്ടു. അപ്പോൾ നമ്മുടെ ഔട്ട്ലുക്ക് ഇതാണ് കേട്ടോ ലാസ്റ്റ് ആയിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നേരിട്ട് കാണാൻ അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റിയിൽ ഫോണിൻ്റെ ഇച്ചിരി ക്വാളിറ്റി കുറവ് കാരണമാണ് കേട്ടോ അത്രയും ഭംഗിയില്ലാത്ത വീഡിയോയിൽ കാണാൻ. പക്ഷേ നേരിട്ട് കാണാൻ അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ലൈറ്റ് മാത്രം ഇട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റൂം മേക്ക് ഓവർ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.